മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ നഗരസഭയുടെ അയൽ പഞ്ചായത്തുകളിൽ ജലജന്യ രോഗങ്ങളും മഞ്ഞപ്പിത്തവും പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ടൗണിലെ 25ഓളം സ്ഥാപനങ്ങളിലും അവയുടെ പരിസരങ്ങളിലും ശുചിത്വ പരിശോധന നടത്തി. വന്യജീവി ശല്യത്തിനെതിരെ ചുങ്കത്തറയിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. YMCA മലപ്പുറം റീജിയന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിന്റെ കുറ്റിയടിക്കൽ കർമ്മം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിർവഹിച്ചു. കിടപ്പ് രോഗിയുമായി ചാലിയാർ കുടുംബശ്രീക്ക് മുന്നിൽ CPM പ്രതിഷേധ ധർണ. ആര്യൻപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ക്ലീനിംഗ് സ്റ്റാഫ് ജോലി കുടുംബശ്രീയുടെ നിലപാട് മൂലം നിർധന കുടുംബത്തിലെ അംഗത്തിന് നിഷേധിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സമരം. കുട്ടിക്കാൽപന്ത് മോഹം കടൽ കടന്ന്. അകമ്പാടം കിങ്സ്, സദ്ദാം ജംഗ്ഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, കുട്ടികൾക്കായി തുടങ്ങിയ ക്ലബിന്റെ ഫുട്ബോൾ അക്കാദമിയിൽ നിന്നുള്ള കുട്ടികളാണ് നാടിന് അഭിമാനമായത്. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നഗരസഭയുടെ അയൽ പഞ്ചായത്തുകളിൽ ജലജന്യ രോഗങ്ങളും മഞ്ഞപ്പിത്തവും പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ടൗണിലെ 25ഓളം സ്ഥാപനങ്ങളിലും അവയുടെ പരിസരങ്ങളിലും ശുചിത്വ പരിശോധന നടത്തി. തുടർ ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാപനങ്ങളിൽ പരിശോധനയുണ്ടാകുമെന്ന് നഗരസഭാ സെക്രട്ടറി G. ബിനുജി അറിയിച്ചു. നിലമ്പൂർ നഗരസഭയുടെ അയൽ പഞ്ചായത്തുകളിൽ ജലജന്യ രോഗങ്ങളും മഞ്ഞപ്പിത്തവും പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ടൗണിലെ 25ഓളം സ്ഥാപനങ്ങളിലും അവയുടെ പരിസരങ്ങളിലും ശുചിത്വ പരിശോധന നടത്തി. തുടർ ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാപനങ്ങളിൽ പരിശോധനയുണ്ടാകുമെന്ന് നഗരസഭാ സെക്രട്ടറി G. ബിനുജി അറിയിച്ചു. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനപ്രകാരം നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ KC രാജീവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പല സ്ഥാപനങ്ങളും ആവശ്യമായ ശുചിത്വ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ലെന്ന് കണ്ടെത്തി. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് ന്യൂനത നോട്ടീസ് നൽകി. പൊതുജനങ്ങൾ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കണമെന്നും 100 ഡിഗ്രി സെൽഷ്യസിൽ 3 മിനിറ്റ് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കണമെന്നും ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അഭ്യർത്ഥിച്ചു. പരിശോധനയിൽ ക്ലീൻ സിറ്റി മാനേജർ KC രാജീവൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ K. വിനോദ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ C. രതീഷ് കുമാർ, KP ഡിൻഡോ, ഡ്രൈവർ വിജീഷ് എന്നിവർ പങ്കെടുത്തു. വന്യജീവി ശല്യത്തിനെതിരെ ചുങ്കത്തറയിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. YMCA മലപ്പുറം റീജിയന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂട്ടായ്മ ചുങ്കത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ സായാഹ്ന ധർണ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജില്ലാ ചെയർമാൻ ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിസ്സംഗത വെടിഞ്ഞ് അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്ന് മലപ്പുറം സബ് റീജിയണൽ YMCA കർഷക കൂട്ടായ്മ ആവശ്യപ്പെട്ടു. വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം നൽകണമെന്നും കർഷക കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ചടങ്ങിൽ YMCA സബ് റീജിയണൽ ചെയർമാൻ MC മാത്തുക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ CS റെനി, ഫാദർ തോമസ് ചാപ്രത്ത്, റവറൻ അജയ് കുമാർ, ഫാദർ തോമസ് ജോസഫ്, ജേക്കബ് മാത്യു, ക്യാപ്റ്റൻ CA മാത്യു, തോമസ് മാത്യു, EP ബോബി, ഷാജു ചെറിയാൻ, ജോർജ് വർഗീസ്, EP മത്തായി എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മയ്ക്ക് മുന്നോടിയായി ടൗണിൽ റാലിയും നടത്തി. നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിന്റെ കുറ്റിയടിക്കൽ കർമ്മം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി 6ഓളം ബാത്റൂമുകളുടെ കുറ്റിയടിക്കൽ കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത്. അതിൽ 5 സാധാ തരത്തിലുള്ളതും 1 നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏകദേശം 9.95 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അത് നടത്തുന്നത്. 6 ശുചിമുറികളാണ് നിർമ്മിക്കുന്നത്. 6 ശുചിമുറികളിൽ 1 ഭിന്നശേഷി സൗഹൃദമാണ്. നഗരസഭയുടെ 9.1
9.5 ലക്ഷം രൂപ ചിലവിട്ടാണ് ശുചിമുറികൾ നിർമ്മിക്കുന്നത്. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയാക്കിന തോപ്പിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ, കൌൺസിലർ റനീഷ് കുപ്പായി, PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം, SMC പ്രതിനിധി M ജമാൽ, ഇബ്നു വാളപ്ര, ഷാജഹാൻ, CK ഷാഹിന, റംസീന, ഷൈന തുടങ്ങിയവർ സംബന്ധിച്ചു. കിടപ്പ് രോഗിയുമായി ചാലിയാർ കുടുംബശ്രീക്ക് മുന്നിൽ CPM പ്രതിഷേധ ധർണ. ആടിൻപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ക്ലീനിംഗ് സ്റ്റാഫ് ജോലി കുടുംബശ്രീയുടെ നിലപാട് മൂലം നിർധന കുടുംബത്തിലെ അംഗത്തിന് നിഷേധിക്കപ്പെടുമെന്ന് ആരോപിച്ചായിരുന്നു സമരം. കിടപ്പ് രോഗിയുമായി ചാലിയാർ കുടുംബശ്രീക്ക് മുൻപിൽ CPM പ്രതിഷേധ ധർണ. ആഠ്യാൻപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ക്ലീനിംഗ് സ്റ്റാഫ് ജോലി കുടുംബശ്രീയുടെ നിലപാട് മൂലം നിർധന കുടുംബത്തിലെ അംഗത്തിന് നിഷേധിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സമരം. കുടുംബശ്രീയുടെ തൊഴിൽ നിഷേധം അനുവദിക്കില്ലെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് CPM ചാലിയാർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗിയുമായി എത്തി കുടുംബശ്രീ ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത്. ഈ മാസം 11-ന് ചാലിയാർ കുടുംബശ്രീ യോഗം വിളിച്ച് തീരുമാനം എടുക്കാമെന്ന് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഉറപ്പിൽ 1.5 മണിക്കൂർ നീണ്ട സമരം അവസാനിപ്പിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു തീരുമാനം. CDS പ്രസിഡന്റ് ബീന ആന്റണി ഓഫീസിലെത്തിയിരുന്നില്ല. ആഠ്യാൻപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ക്ലീനിംഗ് സ്റ്റാഫ് ലിസിയാണ് തന്റെ ജോലി ഭർത്താവിന്റെ അനുജന്റെ ഭാര്യ അഞ്ജുവിന് നൽകുന്നതിന് വേണ്ടി കുടുംബശ്രീയെ സമീപിച്ചത്. എന്നാൽ അനുകൂല നിലപാടുണ്ടായില്ല. ഭർത്താവിന്റെ അനുജനായ വർഗീസ് എന്ന സിബി സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് കഴിഞ്ഞ 4 വർഷമായി കിടപ്പിലാണ്. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബത്തെ സഹായിക്കാനാണ് തന്റെ ജോലി അനുജത്തിക്ക് നൽകുവാൻ ലിസി തയ്യാറായത്. പെരുമ്പത്തൂർ ദീപ്തി അയൽക്കൂട്ടത്തിൽ 2017 മുതൽ അംഗമാണ് അഞ്ജു. എന്നാൽ ലിസി രാജിവെച്ചാൽ പകരം അഞ്ജുവിന് ജോലി നൽകുവാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ചാലിയാർ CDS. കുടുംബശ്രീയുടെ മാനദണ്ഡപ്രകാരം മാത്രമേ ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്ന നിലപാടും CDS സ്വീകരിച്ചതോടെയാണ് CPM സമരവുമായി എത്തിയത്. അരക്ക് താഴെ തളർന്ന് ഷിബു എന്ന് പറഞ്ഞ ആളെ പെരുമ്പത്തൂരിൽ ഉണ്ട്. അവരുടെ ഭാര്യ അഞ്ജു. ആ അഞ്ജുവിന് ഒരു ജോലി കൊടുക്കുന്നതിന് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ സമരത്തിന് മുതിർന്നത്. അഞ്ജുവിൻ്റെ ജ്യേഷ്ഠത്തി ലിസി അവരിവിടെ ആടിയമ്പാറയിൽ ക്ലീനിങ് സ്റ്റാഫായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ പറയുകയാണ് ആ ഒഴിവിലേക്ക് ഞാനത് രാജിവെച്ച് പോവാം, എൻ്റെ ഒഴിവിലേക്ക് എൻ്റെ അനിയത്തിയെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അഞ്ജു ലിസി ഒരു കത്ത് കൊടുത്തു, അഞ്ജു ഒരു കത്ത് കൊടുത്തു. ഈ 2 കത്തും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഒരു റെക്കമെൻഡേഷൻ വെച്ചു, അവരൊരു ലെറ്റർ കൊടുക്കുകയും ചെയ്തു. ആ ലെറ്ററിൽ എന്ന് പറഞ്ഞാൽ ഇത് അതിദാരിദ്ര്യ പട്ടികയിൽപ്പെട്ടതാണ്. നമുക്ക് അറിയാം, ഗവൺമെൻറ് ഇപ്പോൾ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. അതിദാരിദ്ര്യ പട്ടികയിൽപ്പെട്ടവർക്ക് ഈ എല്ലാ മാനദണ്ഡങ്ങളും ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. 3 മാസത്തോളമായി ഞങ്ങൾ ഈ കത്തിൻ്റെ പിന്നാലെ നടക്കുകയാണ്. എന്നാൽ ഇവരിതിനെ സംബന്ധിച്ച് സാങ്കേതിക വിഷയം ജില്ലാ മിഷനിലേക്ക് എഴുതി അയച്ച് അവിടുത്തെ മറുപടികൾ ഞങ്ങൾക്ക് തരണ്ടേ. കിടപ്പ് രോഗിയായ വർഗീസ് എന്ന സിബിയെ ആംബുലൻസിൽ സ്ട്രെച്ചറിൽ കിടത്തിയാണ് CDS ഓഫീസിന് മുൻപിലെ സമരവേദിയിലേക്ക് എത്തിച്ചത്. സമരം നടക്കുന്ന വിവരം അറിഞ്ഞ് നിലമ്പൂർ സ്റ്റേഷനിൽ നിന്നും SIയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി സമരക്കാരുമായി ചർച്ച നടത്തി. CDS പ്രസിഡന്റ് സ്ഥലത്തെത്തണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ സ്ഥലത്തില്ലെന്ന് CDS പ്രസിഡന്റ് ബീന ആന്റണി പോലീസിനെ അറിയിച്ചതോടെ സമരക്കാർ മുദ്രാവാക്യം വിളികളുമായി വീണ്ടും സമരം കടുപ്പിച്ചു. ഇതോടെയാണ് പോലീസ് ഇടപെട്ട് ചർച്ച നടത്തിയത്. 11-ന് CDS യോഗം ചേർന്ന ശേഷം കുടുംബശ്രീ ജില്ലാ മിഷന് റിപ്പോർട്ട് നൽകും. തന്റെ ഭർത്താവ് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് 4 വർഷമായി കിടപ്പിലാണ്. തലയ്ക്ക് ഓപ്പറേഷൻ നടത്തിയാണ് ജീവൻ തിരിച്ചുപിടിച്ചത്. അന്ന് പെരിന്തൽമണ്ണ MES ആശുപത്രിയിൽ 9 ലക്ഷം രൂപ ചിലവായി. വെൽഡിംഗ് തൊഴിലാളിയായിരുന്ന സിബിയുടെ വരുമാനത്തിലാണ് വീട് കഴിഞ്ഞിരുന്നത്. നിലവിൽ നാട്ടുകാരുടെയും പാർട്ടിക്കാരുടെയും പാലിയേറ്റീവ് ക്ലിനിക്കുകാരുടെയും സഹായത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് സിബിയുടെ ഭാര്യ അഞ്ജു പറഞ്ഞു. 1-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുട്ടികളാണ് തങ്ങൾക്കുള്ളതെന്നും അഞ്ജു പറഞ്ഞു. തങ്ങളുടെ കഷ്ടപ്പാട് കണ്ടാണ് ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയായ ലിസി തനിക്ക് അവരുടെ ജോലി നൽകാൻ തയ്യാറായത്. ഇന്നുവരെ കുടുംബശ്രീ ഒരു സഹായവും തന്റെ കുടുംബത്തിന് നൽകിയിട്ടില്ല. ഇപ്പോൾ തരാൻ കഴിയുന്ന ജോലിയും നിഷേധിക്കുകയാണെന്നും അവർ പറഞ്ഞു. ധർണാ സമരം CPM നിലമ്പൂർ ഏരിയ സെന്റർ അംഗം K മോഹൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി M വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അക്കമ്പാടം, ഗ്രാമപഞ്ചായത്ത് 1 അംഗങ്ങളായ PT ഉസ്മാൻ, മിനി മോഹൻദാസ്, A ഷരീഫ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ഉമ്മർ, മുസ്തഫ കല്ലിങ്ങൽ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ദീപ ഗോപിനാഥ്, കുഞ്ഞിതു N, അലവി, സുബ്രഹ്മണ്യൻ, റീന രാഘവൻ, പ്രമീള എന്നിവർ നേതൃത്വം നൽകി. വനിതകൾ ഉൾപ്പെടെ നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. ജില്ലാ ടൂറിസം കൌൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആഠ്യാൻപാറ ടൂറിസം കേന്ദ്രത്തിലേക്ക് ശുചീകരണ തൊഴിലാളികളെ നൽകുന്നത് കുടുംബശ്രീയാണ്.
കുട്ടിക്കാൽപന്ത് മോഹം കടൽ കടന്ന് അകമ്പാടം കിങ്സ് സദ്ദാം ജംഗ്ഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കുട്ടികൾക്കായി തുടങ്ങിയ ക്ലബിന്റെ ഫുട്ബോൾ അക്കാദമിയിൽ നിന്നുള്ള കുട്ടികളാണ് നാടിന് അഭിമാനമായത്. മാഞ്ചസ്റ്റർ സിറ്റി അബുദാബിയിൽ വെച്ച് നടത്തിയ അബുദാബി കപ്പ് 2024 അണ്ടർ-16 വിഭാഗത്തിൽ ചാമ്പ്യന്മാരായ അൽ ഹിത്തിഹാദ് അബുദാബി ടീമിൽ ബൂട്ട് കെട്ടി അകമ്പാടം സദ്ദാം ജംഗ്ഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഫുട്ബോൾ അക്കാദമിയിൽ നിന്നുള്ള 2 താരങ്ങളും എരഞ്ഞിമങ്ങാട് GHSS വിദ്യാർത്ഥിയായ അബ്ദുൾ റഹ്മാൻ, നിലമ്പൂർ മാനവേദൻ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷബിൻ എന്നിവരാണ് അകമ്പാടം കിങ്സ് സദ്ദാം ഫുട്ബോൾ അക്കാദമിയിൽ നിന്നും അബുദാബിയിൽ കളിക്കുവാൻ അവസരം ലഭിച്ച നാടിന്റെ അഭിമാനമായത്. ഇവരും 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. അക്കാദമി ആരംഭിച്ച 2ാം വർഷത്തിൽ തന്നെ ഇത്തരമൊരു അഭിമാനകരമായ നേട്ടം ഉണ്ടായത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വലിയ ആവേശമാണ് നൽകിയതെന്ന് അക്കാദമിയുടെ ചെയർമാൻ അബ്ദുള്ള അത്തിക്കാടും അക്കാദമി കൺവീനർ അനീഷ് ആലുങ്ങലും പറഞ്ഞു. കൂടുതൽ ഫുട്ബോൾ താരങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ചാലിയാർ പഞ്ചായത്തിന്റെ ഫുട്ബോൾ പ്രഭയ്ക്ക് വലിയ സംഭാവനയാണ് ക്ലബ്ബ് നൽകുന്നത്. 4 പതിറ്റാണ്ടുകളായി മലബാറിന്റെ ഫാഷൻ വേദികളിൽ വസ്ത്രവിസ്മയം തീർക്കുന്ന ശോഭിക വെഡ്ഡിംഗ്സിന്റെ ഏറ്റവും പുതിയ വലിയ ഷോറൂം നിലമ്പൂരിൽ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നു. ചന്തക്കുന്നിൽ 3 നിലകളിലായി ആരംഭിക്കുന്ന ഷോറൂമിന്റെ ഉദ്ഘാടനം മാർച്ച് 9 രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് മാനേജ്മെന്റ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 48 വർഷം മുമ്പ് വയനാട്ടിൽ നമ്മളെ ഈ സ്ഥാപനം സ്ഥാപിതമായതാണ്. ഒരുപാട് താഴേക്കിടയിലുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപാട് ഷോറൂമുകൾ വയനാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വളരെ ചെറിയ 50 സ്ക്വയർ ഫീറ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഷോറൂം ഇന്ന് കോഴിക്കോട് ഒരു 1 ലക്ഷോളം സ്ക്വയർ ഫീറ്റിലെ ശോഭിക, അതിനുശേഷം കാഞ്ഞങ്ങാട് സപ്ത ഭാഷാ സംഗമഭൂമിയായ കാഞ്ഞങ്ങാട് സ്ഥാപിതമായി. അതിനുശേഷം നമ്മൾ നിലമ്പൂരിലേക്കും മലയോര പട്ടണമായ നിലമ്പൂരിലേക്കും ഇന്ന് മാർച്ച് 9 രാവിലെ 10 മണിക്ക് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, അതേപോലെ തന്നെ പാണക്കാട് നൂറലി ശിഹാബ് തങ്ങളും ചേർന്നുകൊണ്ട് നമ്മുടെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യുകയാണ്. ചടങ്ങ് മലയാളത്തിലെ പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. PV അബ്ദുൾ വഹാബ് MP, PV അൻവർ MLA, AP അനിൽകുമാർ MLA, നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മാട്ടുമ്മൽ സലീം, നിലമ്പൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, ആര്യാടൻ ഷൗക്കത്ത്, നിലമ്പൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ, വാർഡ് കൗൺസിലർ റനീഷ് കുപ്പായി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് P മേനോൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് U നരേന്ദ്രൻ, ഫാദർ ജേസൺ കുഴിക്കണ്ടത്തിൽ, സ്പോർട്സ് എഡിറ്റർ കമാൽ വരദൂർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും. 3 നിലകളിലായി ബ്രൈഡൽ ഫാഷൻ, ഫോർമൽസ്, കാഷ്വൽസ്, പാർട്ടി വെയർ തുടങ്ങി ട്രെൻഡിയും ട്രഡീഷണലുമായ വസ്ത്രങ്ങളുടെയും പാദരക്ഷകൾ, കോസ്മെറ്റിക്സ്, ആക്സസറീസ് എന്നിവയുടെയും മികച്ച കളക്ഷനുമായാണ് ശോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിലെത്തുന്നത്. വിവാഹ ഫാഷൻ വസ്ത്രങ്ങളുടെ സമാനതകളില്ലാത്ത വൈവിധ്യങ്ങളുമായി എത്തുന്ന ശോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് നവീനവും നൂതനവുമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. എല്ലാ സെക്ഷനുകളിലും ഏറ്റവും മികച്ച സെലക്ഷനും ഗുണമേന്മയും മിതമായ വിലയും അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളുമായാണ് ശോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഷോറൂമായി ചുവടുറപ്പിക്കുന്നത്. വെഡ്ഡിംഗ്സിന്റെ 5ാമത്തെ ഷോറൂം നിലമ്പൂര് മാർച്ച് 9 രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. 3 നിലകളിലായിട്ട് പ്രവർത്തിക്കുന്ന ഷോറൂം വെഡ്ഡിംഗ്, ഇതന്നെ ഫുട്വെയർ, ഫാൻസി, പെർഫ്യൂം, ഇതന്നെ എല്ലാ ബഡ്ജറ്റിലും സാധാരണക്കാർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ തന്നെ എല്ലാ ബഡ്ജറ്റിലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഷോറൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ശോഭിക വെഡ്ഡിംഗ്സ് ഡയറക്ടർമാരായ ഇർഷാദ് ഫജർ, ഷിഹാബ് കലിൽ, ഹാഷിർ ഫജർ, ഷംസുദ്ദീൻ കലിൽ, ഫൈസൽ കലിൽ, നബിൽ ഹുസൈൻ, സുഹൈൽ ഇസ്സദ, ഷോറൂം മാനേജറായ K ഷാക്കിർ തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ തണൽ മരങ്ങളിൽ പക്ഷികൾക്ക് തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ച് നിലമ്പൂർ JCI. ഉദ്ഘാടനം നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ AN ഷാജി നിർവഹിച്ചു. ജീവാമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 60ഓളം സ്ഥാപനങ്ങളിൽ പക്ഷികൾക്കായി തണ്ണീർക്കുടങ്ങൾ സ്ഥാപിക്കുന്നത്.
ഇതിന്റെ തുടക്കമായാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ 3 തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചത്. SI ഗിരീഷ് കുമാർ, JCI പ്രസിഡന്റ് അസ്ലം മംഗലത്ത്, മുജീബ് ദേവശ്ശേരി, സഹാറ, ഇസ്ഹാഖയും സണ്ണി, സാക്കിർ സഖി, P. മോഹൻ, സോണിയ ജോൺ, K. സ്മിത മോൾ, റിയാസ് ചെമ്പൻ എന്നിവർ നേതൃത്വം നൽകി. വില്ലേജ് ഓഫീസ്, നിലമ്പൂർ ജില്ലാ ആശുപത്രി, മിനി സിവിൽ സ്റ്റേഷൻ, നിലമ്പൂർ ടൗൺ, നിലമ്പൂർ റെയിൽവേ പരിസരം എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ തണ്ണീർക്കുടങ്ങൾ സ്ഥാപിക്കും. അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ സമ്മേളനം വ്യാപാര ഭവനിൽ നടന്നു. സമ്മേളനം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടന എത്രത്തോളം വിപുലീകരണമായി എന്നും നമ്മുടെ സംഘടന രൂപീകരിച്ചതിന് ശേഷം നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടനാ ഭാരവാഹികൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മെമ്പർമാർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുപ്പും ഈ സമ്മേളനത്തിൽ എന്നൊക്കെ നമുക്ക് ഒരു സംഘടന അതിൻ്റെ സംഘടനാ രൂപം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ജനാധിപത്യ രീതിയിലുള്ള സമ്മേളനങ്ങൾ വഴിയാണ്. മേഖലാ പ്രസിഡന്റ് M. ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുറഹ്മാൻ അരീക്കോട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പാത്തിപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. ആന്റോ മണിമൂലി വാർഷിക റിപ്പോർട്ടും നിഷാദ് എടക്കര വാർഷിക കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗരീഷ് പെരിന്തൽമണ്ണ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. തുടർന്ന് സംഗീത വിരുന്ന്, സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയും നടത്തി. രാമൻകുത്ത് കിഴക്കേക്കര അങ്കനവാടി റോഡ് നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. ധാരാളം നമ്മുടെ ഇവിടെ കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയാണ് ഈ അംഗൻവാടി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ ബഹുമാന്യനായ MLA 5 ലക്ഷം രൂപ നമുക്ക് നൽകുകയും നല്ല രീതിയിൽ വളരെ മനോഹരമായ രീതിയിലാണ് ഇത് കോൺക്രീറ്റ് കഴിഞ്ഞ് പൂർത്തിയായത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത്. PV അൻവർ MLA ഫണ്ട് ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 2 ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജി മോൾ, കൌൺസിലർ അഡ്വക്കത്ത് സുബൈദ, അഷ്റഫ് തറയിൽ തുടങ്ങിയവരും പ്രദേശവാസികളും സംബന്ധിച്ചു. SNDP യോഗം നിലമ്പൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 8-ന് വനിതാ സംഗമം നടത്തും. ചുങ്കത്തറ ശ്രീനാരായണ വിഘ്നേശ്വര ക്ഷേത്രത്തിൽ വെച്ചാണ് പരിപാടി നടക്കുക. ഇതിനോട് അനുബന്ധിച്ച് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം യൂണിയൻ സെക്രട്ടറി ഗിരീഷ് മേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. അരുവിപ്പുറം പ്രതിഷ്ഠയോടെ ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശം ഈഴവർക്ക് കിട്ടിയിരുന്നുവെങ്കിലും ഇന്ന് പുരുഷന് മാത്രമല്ല സ്ത്രീക്കും പൂജിക്കുവാൻ അവസരം ഉണ്ടാക്കിക്കൊണ്ട് പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നതിനായാണ് ഈ സംഗമം. ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ ഹോമമന്ത്രം ഉരുവിട്ടുകൊണ്ട് സ്ത്രീകൾ കൂട്ടമായി നേരിട്ട് ഹോമം നടത്തുകയാണ് വനിതാ ദിനത്തിൽ. യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ഭാസുര വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി O. സുനിത, യോഗം ബോർഡ് മെമ്പർമാരായ N. സുന്ദരേശൻ, സജി കുരുവിക്കാട്ട്, യൂണിയൻ കൌൺസിലർമാരായ ഗിരീഷ് മൈലാടി, MR. ശങ്കരൻ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ KT. ഓമനക്കുട്ടൻ, ബോബി കാലായിൽ, സനൽ പൊട്ടൻ തരിപ്പ, TN. രാജമ്മ ടീച്ചർ, ഉഷ ഭാസ്കരൻ, ശ്രീലേഖ, മിനി അനിൽ, രമ മനോജ്, ശ്രീനാരായണ കൺവെൻഷൻ ചെയർമാൻ PK. ഭാസ്കരൻ, CP. ധനഞ്ജയ, രാജേന്ദ്ര പണിക്കർ, V. ഷീല തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന മറൂം എടപ്പുലം മാനു മുസ്ലിയാരുടെ 32ാമത് ഉറൂസ് മുബാറക് സമാപിച്ചു. ഉറൂസിന്റെ ഭാഗമായി നടന്ന എടപ്പുലം മാനു മുസ്ലിയാർ മഖ്ബറ സിയാറത്തിന് ശരീഅത്ത് കോളേജ് പ്രിൻസിപ്പൽ ഹാരിസ് അറബി അൽഖാസിമി നേതൃത്വം നൽകി. ചെറുകോട് അൽ ഹിദായ ക്യാമ്പസിൽ വെച്ച് അനുസ്മരണ സംഗമം, മൗലിദ് പാരായണം, അന്നദാനം എന്നിവ നടന്നു. ഉറൂസിന്റെ ഭാഗമായി നടന്ന അന്നദാന വിതരണം സയ്യിദ് OMS തങ്ങൾ നിസാമി മേലാറ്റൂർ നിർവഹിച്ചു. ചടങ്ങിനെ സയ്യിദ് OMS തങ്ങൾ നിസാമി മേലാറ്റൂർ, മുസ്തഫ പൂക്കോയ തങ്ങൾ പാണ്ടിക്കാട്, P. മുബാറക് മുസ്ലിയാർ, KT. കുഞ്ഞിമാൻ ഹാജി വാണിയമ്പലം, MMK തങ്ങൾ ചോലയിൽ, അഷ്കർ അലി ഫൈസി, ആനക്കയവൻ മജീദ്, യൂസുഫ് ഫൈസി, അഷ്റഫ് ദാരിമി പാലക്കോട്, കളത്തിൽ അസൈനാർ ഹാജി, വീരാൻകുട്ടി ഹാജി, ഷൌക്കത്ത് മലക്കൽ, P. അഷ്റഫ്, AK. അബ്ദുൽ വഹാബ്, മുസ്തഫ ഫൈസി മനഴി, ഷാക്കിർ തുവൂർ, CK. ചെറിയമാനു, P. ആസിഫ്, ഹാജി K. മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ചോലക്കുളം TM ജേക്കബ് മെമ്മോറിയൽ LP സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനവും നടത്തി. കിഴക്കൻ ഏറനാടിന്റെ സാംസ്കാരിക കേന്ദ്രമായ മേലാറ്റൂരിലെ ചോലക്കുളത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന TM ജേക്കബ് മെമ്മോറിയൽ LP സ്കൂളിന്റെ നവതി ആഘോഷത്തിന്റെ നിറവിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്.
വാർഷികാഘോഷവും സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക ഗായത്രിക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സിനിമാ താരവും നർത്തകിയുമായ ആശ ശരത് ഉദ്ഘാടനം ചെയ്തു. ശ്രീ ജേക്കബ് സാറിന്റെ പേരിലുള്ള ഒരു സ്കൂളിന്റെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നത് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നുന്ന കാര്യം. ഒരു 5ാം ക്ലാസ്സുകാരി നല്ല അത്ഭുതത്തോടെ നോക്കി നിന്ന കേരളത്തെ നയിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എത്ര സ്നേഹത്തോടെ എത്ര കരുതലോടുകൂടിയാണ് അന്ന് ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് ലോകമെമ്പാടും അവരുടെ നൃത്തവും സംഗീതവും പ്രദർശിപ്പിക്കാനുള്ള ധൈര്യം കാണിച്ചത്. ആ ശക്തിയാണ് ഈ സ്കൂളിന്റെ വിജയം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അറിവിനൊപ്പം കലയും പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും ആശ ശരത് പറഞ്ഞു. നർത്തകി, സിനിമാ താരം എന്നതിനേക്കാൾ താൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അധ്യാപിക എന്ന നിലയിലാണെന്നും താൻ വർഷങ്ങളായി നൃത്താധ്യാപികയായി ജോലി ചെയ്തു വരികയാണെന്നും ആശ ശരത് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കുട്ടികൾക്ക് കലാരംഗത്ത് ഏറെ പ്രോത്സാഹനം നൽകിയ മന്ത്രിയായിരുന്നു TM ജേക്കബ് എന്നും അവർ പറഞ്ഞു. TM ജേക്കബിന്റെ പേരിലുള്ള സ്കൂൾ എന്ന നിലയിലാണ് ഏറെ തിരക്കുകൾക്കിടയിലും പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയതെന്നും അവർ പറഞ്ഞു. സ്കൂളിൽ പുതിയതായി ആരംഭിച്ച ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി TM ജേക്കബിന്റെ ഭാര്യയും കേരള കോൺഗ്രസ് സംസ്ഥാന നേതാവുമായ ഡെയ്സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രി TM ജേക്കബിന്റെ നാമധേയത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി നിലവിൽ വന്ന സ്കൂളാണ് ചോലക്കുളം LP സ്കൂൾ. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഇഖ്ബാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ മാത്യു സെബാസ്റ്റ്യൻ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V കമലം, 33 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക M ഗായത്രി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന അജിത് പ്രസാദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP കബീർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂസഫ് ഹാജി, ഫാദർ ഷാജു എടമന, എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT റഹ്മത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് മാത്യു, ബിനു മാത്യു, VK റൌഫ്, V അബ്ദുൽ കരീം, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C അബ്ദുൽ കരീം, KT ജമീല, സുനിൽകുമാർ, സുഗണ പ്രകാശ്, നജ്മുദ്ദീൻ, ജസീല, മുഹമ്മദ് അസ്മിൻ എന്നിവർ സംസാരിച്ചു. ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ നിന്നും ഡിപ്ലോമ നേടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വയലിനിസ്റ്റായ 14-കാരി മാർട്ടിന ചാൾസിന്റെ 17 മിനിറ്റ് നീണ്ടുനിന്ന വയലിൻ വായന ഏറെ ശ്രദ്ധേയമായി. തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപാണ് മേലാറ്റൂരിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അടിത്തറ പാകിക്കൊണ്ട് ചോലക്കുളം LP സ്കൂൾ ആരംഭിച്ചത്. 17 വർഷം മുൻപാണ് മാത്യു സെബാസ്റ്റ്യൻ സ്കൂൾ ഏറ്റെടുക്കുന്നത്. പിന്നീട് ഈ സ്കൂളിന് മുൻ വിദ്യാഭ്യാസ ജലസേചന വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജേക്കബ് സ്ഥാപക നേതാവുമായിരുന്ന TM ജേക്കബിന്റെ പേര് നൽകുകയായിരുന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി പഞ്ചാബി ഡാൻസ് ഉൾപ്പെടെ അരങ്ങേറി. പരിപാടികൾക്ക് വലിയ ജനപങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.